ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. എന്റെ പ്രിയെ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. കാന്തി എന്നിട്ട് പറയാണ്, ലബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക. അമാര കൊടുമുടിയും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹയും പുള്ളിപ്പുളികളുടെ പർവ്വതങ്ങളും വിട്ടുപോരിക എന്ന് അവിടെ കാണാൻ കഴിയും. ലേരിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ച ഭാഗം എന്ന് പറയുന്നത്. ഇത് കാന്തിയുടെ അംഗലാവണ്യ വർണ്ണനയെക്കുറിച്ച് ലേരിയ പ്രിയൻ ശൂലേങ്കാരിയെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ പ്രിയൻ എന്ന് പറയുന്നത് ശലോമോനാണ്. ശൂലേങ്കാരിയെ കുറിച്ച് പറയുന്നതാണ്. അപ്പം പുതിയ നിയമത്തിലെ വരുമ്പോൾ ക്രിസ്തുവും സഭയും എന്നുള്ളതാണ് പ്രൈസലോ. അപ്പൊ സഭയുടെ വർണ്ണനയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. എൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ സഹോദരി, എന്റെ കാന്തി, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. പ്രിയൻ തന്റെ കാന്തയെ കുറിച്ചുള്ള വർണ്ണന എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഇവിടെ പറയുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അല്ലേ? നാം കർത്താവിന്റെ സന്നിധിയിൽ വാഞ്ചയോടുകൂടി ഇരുന്നാല് കർത്താവ് നമ്മെ നോക്കി, എന്റെ പ്രിയെ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു എന്ന് സ്നേഹപൂർവ്വം പറയുന്ന ചില ആമിനലെ ആലോചനകൾ, ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ കേൾക്കുവാൻ കഴിയണം. അല്ലേ? അപ്പം പ്രിയന്റെ മനസ്സ് മുഴുവൻ കാന്തയിലാണ്. കാന്തയുടെ മനസ്സ് മുഴുവൻ പ്രിയന്റുമായിരിക്കണം. ദൈവസഭ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമ്മളിൽ വളരെ പ്രത്യാശ വെക്കുന്നു. അങ്ങനെ നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മോട് പറ്റിയിരുന്ന് ഇവിടെ പ്രിയൻ ശൂലേങ്കാരിയെ വർണ്ണിക്കുന്ന പോലെ നമ്മെ ദൈവം ഉയർത്തുവാൻ, മാനിക്കുവാൻ, പ്രിയേ നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നുള്ള ആ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. അല്ലേലിയ. ഉത്തമഗീതത്തിലെ ആത്മപ്രിയൻ തന്റെ മണവാട്ടിയെ പല വാക്കുകൾ പറഞ്ഞ് വിളിക്കുക. ഹൃദയത്തിന് ആനന്ദമേകുന്ന അതിശ്രേഷ്ഠമായ വാക്കാണ് പ്രിയെ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കർത്താവ് നമ്മോടും വിളിക്കുന്നത്. അല്ലേലിയ. ഇവിടെ പ്രിയ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അവയല്ല എഫെസിലേക്കാണ് വായിക്കും. ദൈവം നമ്മളെ പ്രിയ മക്കളായിട്ട് സ്നേഹിച്ചിരിക്കുക. പ്രൈസോ. ഇവിടെ ഉത്തമഗീതം 4-ാം അധ്യായം 1 തൊട്ട് താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ 4 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, 5 വരെ വാക്യം വായിക്കുമ്പോൾ സഭയുടെ ചില വർണ്ണനകളെ, അല്ലെങ്കിൽ ശൂലേങ്കാരിയുടെ ചില വർണ്ണന അവിടെ കാണാൻ കഴിയും. ലലിയ. അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, എന്റെ പ്രിയെ, നീ സുന്ദരി തന്നെ, നിന്റെ മൂടുപടത്തിൻ നടുവേ നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു എന്ന് പറയാം. അപ്പം ശൂലേങ്കാരിയുടെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ. 2ാമത് പറയുന്നത്, നിന്റെ തലമുടി ഇരയാതെ വലച്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻകൂട്ടം പോലെയാകുന്ന തലമുടിയെ കുറിച്ച് പറയുക. 3ാമത്, നിന്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിൽ ഒന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു എന്ന് കാണാൻ കഴിയും. 4ാമത്തെ കാര്യം, നിന്റെ ആദരം അല്ലെങ്കിൽ കടും ചുവപ്പ് നൂൽ പോലെയും നിന്റെ വായി മനോഹരവുമാകുന്നു. 4. 5ാമത്തെ കാര്യം എന്താണ് പറയുന്നത്? നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ ഖണ്ഡം പോലെ ഇരിക്കുന്നു. അല്ലെ? 6ാമത് പ്രിയൻ പറയാണ്, അല്ലയ്യ, നിന്റെ കഴുത്ത് ആയുധശാലിയായി പണിതിരിക്കുന്നു. ദാവീദ് ഗോപുരത്തോട് ഒക്കും, അതിൽ 1000 പരിച തൂക്കിയിരിക്കുന്നു. അവയൊക്കെയും വീരന്മാരുടെ പരിച തന്നെയാണ്. 7ാമത്തെ കാര്യം പറയുന്നത്, നിന്റെ കഴുത്ത് ആയുധശാലയിൽ 7ാമത്തെ കാര്യം, നിന്റെ സ്ഥാനം രണ്ടും താമരക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. അപ്പൊ ഇവിടെ 7 കാര്യങ്ങളാണ് സഭയെക്കുറിച്ച് പറയുന്നത്. 1, അവളുടെ കണ്ണ്. 2, അവളുടെ തലമുടി. 3, അവളുടെ പല്ല്. 4,
അവളുടെ ആദരം, 5 അവളുടെ ചെന്നി, 6 അവളുടെ കഴുത്ത്, 7 അവളുടെ സ്ഥാനം. 7 വിധ കാര്യങ്ങളെക്കുറിച്ച് സഭയെ നോക്കി, അഥവാ ശൂന്യക്കാരിയെ നോക്കി ശലോമോൻ പറഞ്ഞതുപോലെ തന്നെ സഭയെ നോക്കിയിട്ട് കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. ഒരു സഭയെക്കുറിച്ച് ഇത്രമാത്രം ദൈവം വർണ്ണിക്കണമെങ്കിൽ സഭ പ്രിയന്റേതാണ്. പ്രിയൻ നമ്മെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, നമ്മുടെ കർത്താവ് നമ്മെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലേ? ഇതിന്റെ ആത്മീയ അർത്ഥമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേശ്വര കണ്ണ് പ്രാവിൻ കണ്ണിനോടും, തലമുടി കാമിക്കല്ലിയ കോലാട്ടിൻ കുഞ്ഞാൾ കൂട്ടത്തോടും, പല്ല് രോമം കത്തിരിച്ചു വരുന്ന ആടുകളോടും, അതിരം ചുവപ്പ് നൂലിനോടും, ചെന്നികൾ മാതള നാര കഷ്ണത്തോടും, അല്ലരിയ കഴുത്തായുധശാലിയോടും, അല്ലെ സ്ഥാനങ്ങൾ ഇരട്ട പിറന്ന മാൻകുട്ടിയെ ഉപമിച്ചിരിക്കുന്നു. ആത്മീയമായി ചിന്തിച്ചാൽ ഇതെല്ലാം സഭയുടെ വർണ്ണനയാണ്. നമ്മൾ ആത്മീയമായിട്ട് കാണണം, അല്ലേ? എങ്കിൽ മാത്രമേ ഇത് സഭയുടെ വർണ്ണനയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയൂ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പ്രാവിന്റെ കണ്ണ് വിശുദ്ധിയെയും നിർമ്മലതയും ചൂണ്ടിക്കാണിക്കുന്നു. ദൈവമക്കൾ ഈ ഭൂമിയിൽ എപ്പോഴും വിശുദ്ധരും നിർമ്മലുമായിരിക്കണം എന്നുള്ളതാണ് അവളുടെ കണ്ണിനെ കുറിച്ചുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെ? കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ, പ്രാവിന്റെ കണ്ണുകൾ കൂടെ എപ്പോഴും വെള്ളം ഒഴുകുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തയും എല്ലാം എപ്പോഴും വിശുദ്ധിയെ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കണം, വിശുദ്ധിയിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനങ്ങൾ, കണ്ണിന്റെ നോട്ടം എന്നൊക്കെ പറയുന്നത്. അല്ലേ? അതാണ് പറയുന്നത്, പ്രാവിന്റെ കണ്ണ് വിശുദ്ധിയും നിർമ്മലതയും ചൂണ്ടിക്കാണിക്കുന്ന പോലെ ദൈവമക്കൾ ഈ ഭൂമിയിൽ എപ്പോഴും വിശുദ്ധരും നിർമ്മലരുമായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും നടന്ന്, എങ്ങനെയെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തി, എങ്ങനെയെങ്കിലും ദൈവത്തെ സ്തുതിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പ്രാവിന്റെ കണ്ണിനോട് ഉള്ള ചേർത്ത് നമ്മെ ദൈവം നിർത്തി നമ്മുടെ കണ്ണുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. എത്രമാത്രം വിശുദ്ധി നിൽക്കാമോ അത്രമാത്രം വിശുദ്ധി. യോബിന്റെ പുസ്തകം 31:1 വാക്യം കാണുന്നത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് അമേലിയ നിയമം ചെയ്തിരിക്കുന്നു. കന്യകയെ നോക്കാത്ത വിധത്തിൽ യോബ് തന്റെ കണ്ണുകൊണ്ട് നിയമം ചെയ്തു. ഈ ഭൂമിയിലായിരിക്കും ഞാനും നിങ്ങളും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്യണം, നിയമം ചെയ്യണം. ആവശ്യമില്ലാത്തത് കാണാനും ആവശ്യമില്ലാത്തതിലേക്ക് നോക്കാനും നമ്മൾ തിരിയരുത്. അല്ലേ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് നമ്മുടെ ജഡത്തിലേക്ക് കയറിക്കൂട്ടുന്നത്. കണ്ണുകൾ കിംബമാകുന്നത് നമ്മുടെ ജഡത്തിൽ വ്യാപരിച്ച ജഡം പിന്നെ പാവം ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലരിയ രണ്ടാമത്തെ കാര്യം അവിടെ തലമുടി സ്ത്രീകളുടെ സൗന്ദര്യത്തെയും ശാലീനതയും വിനയഭാവത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. അവിടെ തലമുടിയെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ, അല്ലേലിയ സ്തോത്രം, ദൈവസന്നിധിയിൽ നാം എപ്പോഴും അല്ലേലിയ വിനയമുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മളെപ്പോഴും വിനയമുള്ളവരായിരിക്കണം. ദൈവസഭയിൽ നിങ്ങൾ വിനയത്തോടുകൂടി വളരെ സൗമ്യതയുടെ താഴ്മയോടുകൂടി ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത്. സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കി, സഭയ്ക്കകത്ത് വെല്ലുവിളി ഉണ്ടാക്കി, സഭയ്ക്കകത്ത് ഇറച്ചു വരുത്തി, സഭാശുശ്രൂഷ ചോദ്യം ചെയ്ത് സഭയ്ക്കകത്ത് മറ്റു വിശ്വാസികൾക്കെതിരെ പല്ല് കോർക്കുന്നവർ, പല്ല് കെട്ടിക്കുന്നവരുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അവരെ ദൈവം ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, അല്ലേലിയ സ്തോത്രം, നാം ദൈവസന്നിധിയിൽ എന്തായിരിക്കണം? അല്ലേലിയ വിനയമുള്ളവരായിരിക്കണം. അല്ലേലിയ ഏറ്റവും വിനയമുള്ളവരാണെങ്കിൽ മാത്രമേ ദൈവം നമ്മൾ പ്രസാദിക്കത്തുള്ളൂ. ഇന്നത്തെ സഭയുടെ കൂട്ടം എന്ന് പറയാൻ വിനയ മനോഭാവം ഇല്ലാതെ ജഡിക മനോഭാവമുള്ളവരാണ്. ഒരു സഭയ്ക്കകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ സഭയ്ക്കകത്ത് 20 പേരുണ്ട്, അല്ലെ 50 പേരുണ്ടെങ്കിൽ 100 പേരുണ്ടെങ്കിൽ, അല്ലേലിയ അവർ വിനയ മനോഭാവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവരും ജഡിക മനോഭാവമുള്ളവരാണ്. ചിലർ പറയും ഞങ്ങൾ വളരെ വിനയ മനോഭാവമുള്ള സൗമ്യതയും താഴ്മയുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തുന്നത് കാണാൻ കഴിയും. അങ്ങനെ സഭയ്ക്കകത്ത് 3 ദിവസത്തെ 7 ദിവസത്തെ 14 ദിവസത്തെ അല്ലെങ്കിൽ 21 ദിവസത്തെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനകൾ നടത്തും. ഇതെല്ലാം കൂടെ ഇത് പങ്കെടുക്കുകയും വചനം കേൾക്കുകയും തങ്ങളെ തന്നെ താഴ്ത്തുകയും ചെയ്യുന്നവരുണ്ട്. അവർ വലിയ സാക്ഷിയൊക്കെ പറയും. എന്നാൽ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉപവാസമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ കാലിലെ ചെരുപ്പ് തട്ടി ഒരു മണല്
ആ വ്യക്തിയുടെ മുഖത്തടിച്ചാൽ താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ തനിക്കെതിരായി നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ അറിയാം വിനയം എവിടെ പോയെന്നുള്ളത്. നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്ക് വിനയം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ വിനയഭാവം നമുക്ക് ഉണ്ടാകണം, വിനയ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ, വിനയ മനോഭാവത്തോടു കൂടി നമ്മൾ ദൈവസഭയ്ക്കകത്തുണ്ടാകണമെങ്കിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കണം, മാനസാന്തരം. വിനയ മനോഭാവമില്ലാതെ ജഡിക മനോഭാവമാണ് വ്യക്തികൾക്കെങ്കിൽ അവർ സഭയ്ക്കകത്താണെങ്കിലും സ്തോത്രം പറയുന്നെങ്കിൽ സാക്ഷി പറയുന്നുണ്ടെങ്കിലും പാട്ടുപാടുകയും കൈയടിക്കുകയും അനുഭാഷയൊക്കെ പറഞ്ഞാലും ആമി സ്തോത്രം വിനയ മനോഭാവം ഇല്ലെങ്കിൽ അവർ ജഡിക മനോഭാവമുള്ളവരാണ്. അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല, ഒരു ചടങ്ങ് പോരാ എൻ്റെ ഏരിയ. അപ്പൊ ഇവിടെ പറയുന്നതാണ് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ചത്. എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. അവളെ തലമുടി സ്ത്രീകളുടെ സൗന്ദര്യത്തെയും ശാലീനതയും വിനയഭാവത്തെയും കാണിക്കുന്ന പോലെ ദൈവമക്കൾ എപ്പോഴും അങ്ങനെയുള്ളവരായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ സഭയിൽ നോക്കുക, അല്ലയ്യ, നാം നിൽക്കുന്ന കൂട്ടത്തിലേക്ക് ഇങ്ങനെ ആരെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? എത്താൻ ചെയ്യും. പ്രിയൻ തന്റെ മണവാട്ടി തന്റെ കാന്തയെക്കുറിച്ച് പറയുമ്പോൾ, തന്റെ പ്രിയയെക്കുറിച്ച് പറയുമ്പോൾ ഇത്രമാത്രം അല്ലയ്യ തന്റെ അങ്ങലാവന്റെ വർണ്ണനെക്കുറിച്ച് പറയുകയെന്ന് പറയുമ്പോൾ, നമ്മുടെ പ്രിയനായിരിക്കുന്ന കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ മണവാളായിരിക്കുന്ന കർത്താവ് തന്റെ സഭയെ നോക്കി ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വിനയ മനോഭാവം വരണം. സ്തോത്രം. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലലിയ, മൂന്നാമത്തെ കാര്യം നാം ഭക്ഷിക്കുന്ന ആഹാരം അല്ലലിയ, സ്തോത്രം, അല്ലലിയ ചവച്ചരച്ച് ഇറക്കണമെന്ന് നമ്മുടെ പല്ലിന് അല്ലലിയ. മൂന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്? അല്ലലിയ, നമ്മുടെ പല്ലെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ പല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പല്ല് എന്ന് പറയുന്നത് നാം ഭക്ഷിക്കുന്ന ആഹാരം ചവച്ചരച്ചതിന്റെ രുചി ടേസ്റ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പല്ല് തന്നിരിക്കുന്നത്. അല്ലേ? ഈ പല്ലുകൊണ്ട് സഭയ്ക്കകത്ത് മറ്റു വിശ്വാസികളെ കാണുമ്പോൾ ഇരുന്ന് പല്ല് കടിക്കാനും പല്ല് ഞുറുവാനും ഉള്ളതല്ല ഈ പല്ലെന്ന് പറയുന്നത്. അല്ലേ? സഭയ്ക്കകത്ത് അടുത്ത കൂട്ടുവിശ്വാസികളെ കാണും പല്ല് കടിക്കുന്ന ഈ പല്ല് കടിച്ച് എവരെന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്ന എത്രയോ വിശ്വാസികളെ കാണാൻ കഴിയും സഭയ്ക്കകത്ത്. പല സഭയിലും ഞാനത് കണ്ടിട്ടുണ്ട്. എന്റെ സഭയിലും അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. അല്ലേ? അടുത്ത വിശ്വാസി ആരാധിക്കുന്ന കാണുമ്പോൾ, സ്തുതിക്കുന്ന കാണുമ്പോൾ, ദൈവത്തെ മഹത്വം വിശുദ്ധി നിൽക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ നന്നായിട്ട് സ്തോത്രം പറയുമ്പോൾ അവർക്ക് നേരെ പല്ല് കെട്ടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവ്, നിന്റെ പല്ല് ദൈവം നിനക്ക് തന്നിരിക്കുന്നത് അല്ലേലിയ നീ ആഹാരം നന്നായിട്ട് ചവച്ച് ഇറക്കുന്നത് പോലെ തന്നെ സഭയിലെ ശിശുക്കളായ വിശ്വാസികൾ ദൈവവചനമാകുന്ന ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല സഭാ ശുശ്രൂഷകനുള്ളതാണ്, മാതാപിതാക്കൾക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതാണ്. ഇപ്പൊ സഭയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു വരുന്നവരുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാൾ സഭയിലേക്ക് വരുമ്പോൾ അവൾ ശിശുക്കളാണ്. അപ്പൊ ശിശുക്കളായിട്ട് സഭയിൽ കടന്നു വരുന്നവർക്ക് സഭയിലുള്ള മുതിർന്നവർ ദൈവവചനമാകുന്ന ഭക്ഷണം അല്ലേറിയ അവർക്കത് മനസ്സിലാകത്തക്ക നിലയിൽ, അവർക്കത് രുചിച്ചറിയത്തക്ക നിലയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പല്ലുകൊണ്ട് ഭക്ഷണം ചവച്ചരച്ച് രുചി ടേസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ദൈവവചനമാകുന്ന ഭക്ഷണം നമ്മൾ അവർക്ക് കൊടുക്കണം. അല്ലേലിയ. അതുകൊണ്ട് യിരെമ്യാവ് നിന്റെ വചനം കണ്ടെത്തിയും ഭക്ഷിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. അതായത് ദൈവത്തിന്റെ വചനം നമുക്കൊരു ഭക്ഷണമാണ്. പ്രൈസലോ. അപ്പം ശൂന്യക്കാരുടെ പല്ലിനെ കുറിച്ച് ഇവിടെ പ്രിയൻ അല്ലെ പറയുമ്പോൾ അല്ലേലിയ, അത് പുതിയ നിയമത്തിൽ യേശു സഭയെക്കുറിച്ച് പറയുമ്പോൾ, അത് ഇടയനെ കുറിച്ച് പറയുമ്പോൾ, വിശ്വാസിയെ കുറിച്ച് പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദര നിന്നെ കുറിച്ച് പറയുമ്പോൾ, നിന്റെ മക്കൾക്കും അല്ലേലിയ ദൈവവചനമാകുന്ന ഭക്ഷണത്തെ അവർക്ക് നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് രുചിച്ചറിയത്തക്ക നിലയിൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ കഴിയുള്ളൂ. സ്തോത്രം. സഭയ്ക്കകത്ത് അല്ലയോ കൊടിയ വിഷമായിട്ട് നിങ്ങൾ ഇരിക്കരുത്. സഭയ്ക്കകത്ത് കൊടിയ വിഷമായിട്ടിരിക്കുകയും സഭയ്ക്കകത്ത് പണമുള്ളവരെ മാത്രം ഉയർത്തുകയും ചെയ്യരുത്. ചില സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ചില ഇടയന്മാര് ദൈവവചനമാകുന്ന ഭക്ഷണം സഭയ്ക്കകത്ത് കടന്നു വരുന്ന ശിശുക്കളായിരിക്കുന്നവർക്ക് അവർക്ക് ചവച്ചരച്ചല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് ഭക്ഷിക്കേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായി സഭയ്ക്കകത്ത് സ്തോത്രകാഴ്ച കൂടുതൽ തരുന്നവനെ, ദശാംശം കൂടുതൽ തരുന്നവനെ, സഭയ്ക്കകത്ത് പുറത്തു വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നവർ അവരുടെ മക്കൾ അയച്ചു കൊടുക്കുന്ന നന്മകൾ, അവരുടെ മക്കൾ വരുന്നതിനെ കുറിച്ച് പോകുന്നതിനെ കുറിച്ച് അവരുടെ വിശേഷം മാത്രം വിളമ്പുന്ന എത്രയോ ഇടയന്മാർ സഭയ്ക്കകത്തുണ്ട്. സാധുക്കളായിരിക്കുന്നവര്
അവിടെ വേദനയോടെ ഇരിക്കുക. സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ദശാംശം കൊടുത്താൽ ഞായറാഴ്ച സഭ നമ്മുടെ അച്ചായൻ നമ്മുടെ അമ്മാവ സഭയ്ക്ക് വേണ്ടി ഫാൻ മേടിച്ചു തന്നു, സഭയ്ക്കകത്ത് ചെയർ മേടിച്ചു തന്നു, സഭയ്ക്കകത്ത് പായ മേടിച്ചു തന്നു. അല്ലേ? സഭയ്ക്കകത്ത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ചില വ്യക്തികളെ ഉയർത്തുന്ന ഇടയ ശുശ്രൂഷകന്മാരുണ്ട് സഭയ്ക്കകത്ത്. അത് ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാ മേഖലയിലും ഉണ്ട്. അല്ലേരിയ അതെല്ലാ ജാതികളിലും ഉണ്ട്. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലേരിയ നമ്മൾ ആരെയും ഉയർത്താൻ പാടില്ല, എല്ലാവരും തുല്യത കാണണം. പ്രൈസോ സഭയ്ക്കകത്ത് കൂടുതൽ തരുന്നതിനും കുറവ് തരുന്നുണ്ട്. അത് നീ സഭയ്ക്കകത്ത് വിളിച്ചു പറഞ്ഞു ഒരാളെ നീ ഉയർത്തരുത്. അവിടെ മറ്റുള്ളവരെ പോലെ തരാനില്ലാത്തവർ കാണും, മറ്റുള്ളവരുടെ മക്കൾ വിദേശത്ത് പോകാത്തവർ കാണും. അവരെ നീ ചേർത്ത് പിടിക്കണം. അല്ലേരിയ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആരെയും പൊക്കിപ്പറയും. സഭയിലെ ശിശുക്കളെ ദൈവജനമാകുന്ന ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല സഭാശുശ്രൂഷകനെയാണ്. ചില സഭാശുശ്രൂഷകന്മാർ നല്ല പണമുള്ളവരുടെ വീട്ടിലേക്ക് പോകത്തില്ല. സാധുക്കളായിരിക്കുന്ന വിശ്വാസികളുടെ വീട്ടിൽ പോകത്തില്ല. സാധുക്കളായിരിക്കുന്ന വിശ്വാസികൾ അവരുടെ വീട്ടിൽ ചെല്ലുകയോ അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയോ അവരുടെ ദൈവജനം പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാത്ത എത്രയോ ഇടയന്മാരെ. അല്ലേരിയ ഇപ്പൊ ഞാൻ നിൽക്കുന്ന മേഖലയിൽ തന്നെ ചില ആളുകളെ എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ദൈവദാസനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ച ഒരു ഇടയനാണ്. നമുക്ക് എല്ലാ വീടുകളിലും നമ്മുടെ വിശ്വാസികൾ എല്ലാ വീടുകളിലും നമുക്ക് എല്ലാ ആഴ്ചയിലും പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയും നമ്മുടെ വിശ്വാസികളെ വിട്ട് നമ്മളല്ലേ ചെല്ലേണ്ടത്. അവരുടെ ആത്മീയത്തിൽ ശിശുക്കളാണ്. അല്ലയോ? വചനം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി ആ വചനം അവർക്ക് ഭക്ഷിപ്പാൻ പാകമാക്കി കൊടുക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. നമ്മൾ ചെന്നില്ലെങ്കിൽ കള്ളയിടയന്മാർ കയറി ചെല്ലും. അവർ അവിടെ ഭിന്നത വരുത്തും. അതുകൊണ്ട് നിങ്ങൾ ചെല്ലണം. അപ്പൊ അവര് പറഞ്ഞ് ആ സഹോദരൻ ദേവദാസൻ പറഞ്ഞ് ഞങ്ങളുടെ സെന്റർ അങ്ങനൊന്നും അല്ല പറയുന്നത്. ഞങ്ങളുടെ സെന്റർ പറയുന്നത് അങ്ങനെ നമ്മൾ കൂടെ കൂടെ എല്ലാ ആഴ്ചയിലും പോകേണ്ട കാര്യമില്ല. അല്ലേ? എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് തിരക്ക് കാണും. പക്ഷെ നിനക്ക് സമയമുണ്ടെങ്കിൽ, നീ ഒരു ഇടയനാണെങ്കിൽ നിന്റെ വിശ്വാസികളരികിൽ നീ കടന്നുപോയി അവർക്ക് ദൈവവചനം പറഞ്ഞു പഠിപ്പിക്കണം. വീടുകളിൽ ചെന്ന് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു, വീടുകളിൽ ചെന്ന് നമ്മൾ ലോകകാര്യം പറഞ്ഞു, വീടുകളിൽ ചെന്ന് മറ്റു സഭയുടെ കുറ്റം പറഞ്ഞു പോരുവാനല്ല നമ്മളെ ദൈവം അയച്ചിരിക്കുന്നത്. നമ്മുടെ പല്ലുകൾ കൊണ്ട് ആഹാരം ചമച്ചിറക്ക് രുചിച്ച് അനുഭവിക്കുന്നത് പോലെ തന്നെ ദൈവവചനം അവർക്ക് ഭക്ഷണമായിട്ട് നമ്മൾ പകർന്നു കൊടുക്കണം. രക്തം ചെയ്യും. അല്ലേ? കാരണം ഇത് ഉത്തമഗീതം 4-ാം അധ്യായത്തോട് ബന്ധം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ സ്തോത്രം 3 അല്ലെ പല്ലിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അല്ലെ സ്തോത്രം വലിയ. അപ്പൊ 4-ാമത്തെ കാര്യം എന്താണ്? ചുവന്ന അതരം. ചുവന്ന അതരം എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ചുവന്ന അതരം എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ചില ആളുകൾ അതരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ചുണ്ടും മുഖവും അതരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതെങ്ങനെ ഇരിക്കുന്നതാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഇവിടെ പ്രിയയുടെ അതരം എന്ന് പറയുന്നത് ചുവന്ന അതരം ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ചുവന്ന അതരം അവിടെ അതരം കൊണ്ട് അല്ലേരിയ പ്രിയന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസത്തിൽ നിങ്ങളുടെ അതരം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്. നിങ്ങളുടെ അതരം ആരോഗ്യമുള്ള അതരമായിരിക്കണം. അത് കള്ള് കുടിക്കുന്നത്, വീടി വലിക്കുന്നത്, പുക വലിക്കുന്നത്, മുറുക്കാൻ ചവിക്കുന്നത്, തുളസിപ്പാക്ക് തിന്നും, ബബിൾക്കുന്നതിന് ചൂയിങ്ങ തിന്നുന്നത്, നുണ പറയുന്നത്, കുറ്റം പറയുന്ന, ഏഷണി പറയുന്ന സഹവിശ്വാസികൾക്കെതിരെ പിറുപിറുക്കുന്ന അതരമാകരുത് നിന്റെ അതരം. നിന്റെ അതരം അല്ലെങ്കിൽ ആരോഗ്യമുള്ള അതരമായിരിക്കണം. നിന്റെ ആദരത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ സ്തുതി സ്തോത്രങ്ങൾ, ദൈവത്തിന് പുകഴ്ചയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. സഹവിശ്വാസികളെ കാണുമ്പോൾ സ്തോത്രം പറഞ്ഞവർക്ക് ഒരു ഷെയ്ക്കൻഡ് കൊടുത്ത് പരസ്പരം ചുംബനം, വിശുദ്ധ ചുംബനം ചെയ്യുന്നവരായിരിക്കണം. അല്ലേലിയ. അപ്പം പ്രിയൻ തന്റെ അല്ലെങ്കിൽ പ്രിയയെ കുറിച്ചുള്ള ഇത്രമാത്രം തന്റെ അങ്കലാവന്റെ വർണ്ണനയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കർത്താവ് നമ്മെക്കുറിച്ച് എത്രമാത്രം ആഗ്രഹിക്കുന്നു. അപ്പൊ അവളുടെ അതരം എന്ന് പറയുന്നത് നല്ല ചുവപ്പ്, ആരോഗ്യമുള്ളവർ, കറപ്പുരളാത്ത അതരം. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന ഇടയന്മാരോട് നിന്റെ ആദരം ചുവപ്പാണോ, ആരോഗ്യമുള്ളതാണോ, കറപ്പുരളാത്തതാണോ? അല്ലേലിയ സ്തോത്രം. നിന്റെ ആദരത്തെ നീ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ആദരം എന്ന് പറയുന്നത് ചുവപ്പ് അതരം, ചുവന്ന ആദരം ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മുടെ ആദരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കണം. നമ്മുടെ ആദരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിൽ, സഭാമക്കളെ കരുതുന്നതിൽ, വിശ്വാസികളെ കരുതുന്നതിൽ പ്രായഭേദമില്ലാതെ അല്ലേലിയ കരുതുന്നവരായിരിക്കണം.
സഭയിലെ ശൈശവത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, ബാല്യത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, കൗമാരത്തിലുള്ളവരുണ്ട്. അവർക്ക് യൗവനക്കാരെ പോലെ ഇരിക്കാൻ കഴിയില്ല. ശൈശവത്തിലുള്ള കുഞ്ഞുങ്ങൾ ഒരു വന്നേൽക്കാൻ ഉറങ്ങും. കൗമാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സഭയിൽ കൂടി നടക്കും. ആ ബാല്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഓടി നടക്കും. കൗമാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. അവർ യൗവനത്തിലേക്ക് വരുമ്പോഴേ അവർക്ക് യഥാർത്ഥ ഒരു പക്വതയിലേക്ക് വരുള്ളൂ. പക്ഷെ അതുവരെ നമ്മുടെ അതരങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശപിക്കരുത്. ചില സഭയിലൊക്കെ ചെന്നാൽ ചുവന്ന അത്തരം ആരോഗ്യമുള്ള അത്തരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സഭയിലുള്ള കുഞ്ഞുകുട്ടികളെ ശപിക്കുവാനോ അവരോട് ദേഷ്യപ്പെടുവാനോ അവരെ ആട്ടിയിറക്കുവാനോ എടുത്തോണ്ട് പോ എന്ന് പറയാനല്ല. അവരെ നമ്മൾ പക്വതയോടെ കാണാം. അവരെ നമ്മൾ സ്നേഹിച്ച് അവരെ ശാന്തമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രൈസലോ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ചുവന്ന അത്തരം ആരോഗ്യമുള്ള അത്തരം തന്നത്. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നതിലും മറ്റുള്ളവരെ കരുതി നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണം. അല്ല, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ ശ്രോതാവേ? അല്ലേരിയ കർത്താവിന്റെ വരവിൽ നമ്മൾ ചുമ്മാ അങ്ങ് കയറി പോകത്തൊന്നുമില്ല അങ്ങ് സ്വർഗത്തിലേക്ക്. കർത്താവിന്റെ വരവിൽ നമ്മൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ, നിത്യത്തിലെത്തണമെങ്കിൽ ദൈവം നമ്മെ നന്നായിട്ടൊന്ന് സൂക്ഷ്മ പരിശോധന നടത്തും. അപ്പം പ്രിയൻ തന്റെ പ്രിയയെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു രോഗിയെ പരിശോധിക്കുന്നത് പോലെ തന്നെ ഈ പ്രിയൻ ശലോമോൻ തന്റെ പ്രിയെ ഒരു സൂക്ഷ്മ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ താൻ കണ്ട ആ സൗന്ദര്യമാണ്, ആരോഗ്യമാണ് ഈ ഉത്തമഗീതം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നിന്റെ ആദരം ആരോഗ്യമുള്ളതാണോ സഹോദരൻ? അതോ അടുത്ത വീട്ടിൽ ചെന്ന് ദേവദാസന്മാരെ കുറിച്ച് കുറ്റം പറയുന്നതാണോ? അല്ലേലിയ. ഇടയന്മാർ തമ്മിൽ കുറ്റം പറയരുത്. ഇടയന്മാർ തമ്മിൽ അപവാദം പറയരുത്. ഒരിടേനെ പഴിക്കരുത്. അല്ലേലിയ. നിങ്ങൾ ഈ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെ കണ്ടിട്ടുണ്ടോ? അല്ലേ? എനിക്ക് എൻ്റെ അറിവിലൊക്കെ, അതിനകത്ത് ഞാൻ പറയാം, എൻ്റെ അറിവിലൊക്കെ ഒരച്ഛൻ മറ്റൊരു പള്ളിയിലെ അച്ഛൻ്റെ വീട്ടിൽ ചെന്ന്, അല്ലെ വിശ്വാസ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനെ കുറിച്ച് കുറ്റം പറയത്തില്ല. നിങ്ങളെല്ലാം അവരോട് ചോദിച്ചു നോക്കണം. ഞാൻ കത്തോലിക്ക പള്ളിയിൽ നിന്ന് വന്നയാളാണ്. ഒരിക്കലും എൻ്റെ കത്തോലിക്ക പള്ളിയിൽ ഇരുന്ന് എൻ്റെ പള്ളിയിലെ അച്ഛൻ അവിടെ അനവധി കത്തോലിക്ക പള്ളി, അവിടുത്തെ പള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ വിശ്വാസ വീട്ടിൽ നിന്ന് അച്ഛന്മാരുടെ കുറ്റം പറയത്തില്ല. പറയുന്നത് എനിക്ക് തോന്നുന്നു. എന്നാൽ നമ്മുടെ ആളുകൾ അങ്ങനെയാണോ? നമ്മുടെ ആളുകൾ അടുത്ത വീട്ടിൽ ചെന്ന് ഇടയന്റെ കുറ്റം പറയും. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഇടയനെ കുറിച്ച് കുറ്റം പറയരുത്. അഭിഷേകത്തിന്മേൽ നിനക്ക് കൈവെക്കുവാൻ, അഭിഷേകത്തിനെ തൊടുവാനോ അവനെ കുറിച്ച് വിമർശിക്കുവാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടില്ല. നിന്റെ ആദരം ചുവപ്പുള്ള ആരോഗ്യമുള്ള ആദരം. അതുകൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ സ്തുതിക്കണം. ഒരുവിന്റെ കുറവുകൾ കാണുമ്പോൾ അവനെ രഹസ്യമായിട്ട് വിളിച്ച് ആ മനുഷ്യന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ തിരുത്തി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ചുവപ്പുള്ള അത്തരം, ആരോഗ്യമുള്ള അത്തരം നമുക്ക് തന്നിരിക്കുന്നത്. അല്ലേലിയ. അതരചർവണമാകരുത്. അതരം കൊണ്ട് പാപം ചെയ്യരുത്. അല്ലേലിയ. അപ്പൊ സ്തോത്രയാകുമെന്ന് അതരാർപ്പണമായിരിക്കും നമ്മുടെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട്. നമ്മളെ ഇബ്രാഹിലേഖനം വായിക്കും. നീ വിശ്വാസിയെ കാണുമ്പോൾ അടുത്ത സഭയിലെ ഏത് അമേലിയ അവർ വേറെ ഡിനോമിനേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള സഭയിലെ ദൈവദാസന്മാരെ കാണുമ്പോൾ നിന്റെ ആദരം കൊണ്ട് നീ അവരെ ശപിക്കാതെ നിന്റെ ആദരം കൊണ്ട് സ്തോത്രയാകുമെന്ന അതരാർപ്പണം അല്ലെങ്കിൽ കൊടുത്ത് പരസ്പരം വന്ദിക്കുന്നവരായിരിക്കണം. അല്ലേലിയ. പ്രിയൻ തന്റെ പ്രിയയെ കാണുമ്പോൾ പ്രിയന്റെ ചുവന്ന അതരം കൊണ്ട് പ്രിയെ, എന്റെ പ്രിയെ നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു എന്ന് പറയുമ്പോൾ പ്രിയ എന്താണ്? തന്റെ ചുവന്ന അതരം കൊണ്ട്, ആരോഗ്യമുള്ള അതരം കൊണ്ട് തന്റെ പ്രിയനെ സ്തുതിക്കും, പ്രിയനെ വിളിക്കും. എന്റെ പ്രിയെ, എന്റെ പ്രിയെ വിളി, എന്റെ പ്രിയ. നമ്മളൊക്കെ അങ്ങനെയാണോ പ്രിയ ശ്രോതാവേ? ഉത്തമഗീതം പലപ്പോഴും ഒന്ന് പഠിക്കണം കേട്ടോ. അല്ലേലിയ. വചനത്തിന്റെ സത്യമൊക്കെ അറിയണം. നമ്മൾ എങ്ങനെയാണ് വിശ്വാസത്തിൽ നിൽക്കേണ്ടതെന്ന് ഉത്തമഗീതത്തിലൂടെ പഠിക്കണം. അല്ലേ? ഇതൊരു പ്രേമഗാനമാണ്. അല്ലേ? പ്രേമഗാനമാണ്. ഒരു പ്രേമലേഖനം പോലാണ് ഉത്തമഗീതം. പ്രിയനും പ്രിയയും കൊണ്ടുള്ള പ്രേമത്തെയാണ് കാണിക്കുന്നത്. അത് നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ക്രിസ്തു സഭയുമായുള്ള ബന്ധം, നമ്മുടെ മണവാട്ടി സഭയുമായുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. എത്താൻ ചെയ്യും. അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ അത്തരം നമ്മുടെ ചുവന്ന ആദരം ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. നമ്മുടെ അതരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം. അല്ലേരിയ. 5-ാമത്തെ കാര്യം നമ്മുടെ ചെന്നികൾ. അല്ലേരിയ. 5-ാമത്തെ കാര്യം ഇവിടെ പറയുന്നത് നമ്മുടെ ചെന്നികളെ കുറിച്ചാണ് പറയുന്നത്. അല്ലേരിയ. സ്തോത്രം. അല്ലേരിയ. നിങ്ങൾ ഉത്തമഗീതം 4-ാം അധ്യായം അല്ലേരിയ അതിന്റെ 3-ാം വാക്യത്തിൽ കാണുന്ന ചെന്നിയെ കുറിച്ച്. അല്ലേരിയ. എന്താണ് നമ്മുടെ ചെന്നികൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പറയുന്നത്? അല്ലേരിയ.
ചെല്ലികൾ അഥവാ കവിൾത്തടങ്ങൾ മാതളപ്പഴത്തിൻ കണ്ടത്തോട് ഉപമിച്ചിരിക്കുന്നു. അല്ലെ, മാതളപ്പഴം രണ്ടായി മുറിക്കുമ്പോൾ രക്തം തുടിച്ചു നിൽക്കുന്നത് പോലെ തോന്നും. ലേലിയ തങ്ങൾ അയോഗ്യത കണക്കാക്കാതെ ദൈവം തങ്ങളുടെ മേൽ ചൊരിഞ്ഞ നന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ മുഖം ദൈവം മുമ്പാകെ ദൈവം മുമ്പാകെ എന്ത് ചെയ്യണം? ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ലേലിയ. അപ്പം ചിന്നികൾ നമ്മുടെ കവിൾത്തടത്തെ കാണിക്കുന്നു. സ്തോത്രം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ചിന്നികൾ നമ്മുടെ കവിൾത്തടങ്ങളെ കാണിക്കുന്നു. അത് മാതളനാരൊക്കെ പഴത്തോട് സമയം. നിങ്ങൾ മാതളനാരകം മേടിച്ചിട്ടില്ലേ? മാതളനാരകം മേടിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ആ മാതളനാരകത്തെ നിങ്ങളുടെ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ ആ മാതളനാരകത്തിന്റെ അകം എന്തിരിക്കും? നല്ല ചുവന്നിരിക്കും. സ്തോത്രം. രക്തം തുടിച്ച് നിൽക്കുന്നത് പോലെ കാണും. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു മാതളനാരം ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു കത്തിയെടുത്ത് മുറിച്ച് നോക്കണം. മുറിക്കുമ്പോൾ ആ രക്തം തുടിച്ച് നിൽക്കുന്നത് പോലെ കാണാൻ കഴിയും. ഇതാണ് ദൈവം നമ്മുടെ കവിൾത്തടങ്ങൾ. നമ്മുടെ കവിൾത്തടങ്ങളിൽ എപ്പോഴും ദൈവത്തിലെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്ന് ഒഴുകപ്പെട്ട രക്തത്താൽ നമ്മുടെ കവിൾത്തടങ്ങൾ കഴുകപ്പെട്ട നമ്മുടെ കവിൾത്തടങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ മറ്റുള്ളവർക്കത് ശോഭിക്കണം, മറ്റുള്ളവർക്കത് വെളിപ്പെടണം. അല്ലേലുയ. ചിലരുടെ കവിൾത്തടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേലുയ സ്തോത്രം. ചില ആളുകളെ കാണുമ്പോൾ കവിൾത്തടങ്ങളൊക്കെ പോകുന്ന കാണാം. ചുണ്ടും വായും ചിവിലും കവിൾത്തടങ്ങളൊക്കെ കൂടി കോട്ട് വാങ്ങാൻ വിടുന്ന ഈ വാദം പിടിച്ചവരെ പോലെയൊക്കെയാ. അല്ലേലുയ. അപ്പം കർത്താവ് സഭയുടെ കവിൾത്തടങ്ങളെ കുറിച്ച് പറയുന്ന മാതളനാരകത്തിന്റെ ആ അനുഭവത്തെയാണ്. അത് മുറിക്കുമ്പോൾ രക്തം തുടിച്ചു നിൽക്കുന്നോ. ഇന്നത്തെ നമ്മുടെ കവിൾത്തടം പോലെയല്ല. ഇന്നത്തെ നമ്മുടെ കവിൾത്തടമൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് പൊട്ടിയിട്ട് മിനുസപ്പെടുത്തി വീടൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ പൊട്ടിയിടുമല്ലോ. നല്ല മിനുസം കിട്ടാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾ കവിളൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പൊട്ടിയിട്ട് അതുപോലെ അടിച്ച് തേച്ച് ഉള്ള കുത്തും കുഴിയെല്ലാം മാറ്റി വെച്ചിട്ട് അതേ കൃത്രിമമായ പലതും ചേർക്കും. എന്നിട്ടാ പലരും നടക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ബദലേ, കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവത്തിന്റെ ബദലേ, നിന്റെ കവിൾത്തടങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രക്തം നിറഞ്ഞു നിൽക്കണം. ഈ മാതളനാരങ്ങ മുറിച്ചപ്പോൾ രക്തം കൊണ്ട് രക്തം കൊണ്ട് ചുമന്ന് തുടുത്തിരിക്കുന്നത് പോലെ കാണുന്നത് പോലെ നിന്റെ കവിൾത്തടങ്ങളിൽ എപ്പോഴും ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ അനുഭവം ഉണ്ടായിരിക്കണം. പ്രൈസലോട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളത് ക്രമീകരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ വചനമൊക്കെ വായിച്ചാൽ ഇങ്ങനെയൊക്കെ വിശ്വാസം നിൽക്കാൻ പറ്റുമോ? നിൽക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ചിന്നികൾ അഥവാ കവിൾത്തടങ്ങൾ മാതളപ്പഴത്തിന് കണ്ടത്തോട് ഉപമിക്കുന്നു. മാതളപ്പഴം രണ്ടായി മുറിക്കുമ്പോൾ രക്തം തുടിച്ചു നിൽക്കുന്നത് പോലെ തോന്നും. അപ്പൊ തങ്ങളുടെ അയോഗ്യതകൾ കണക്കാക്കാതെ ദൈവം തങ്ങളുടെ മേൽ ചൊരിഞ്ഞ നന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഒരുപാട് അയോഗ്യതകളുള്ളവരായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഒരുപാട് അയോഗ്യതയുള്ളവനായിരുന്നു. നമ്മുടെ അയോഗ്യത കർത്താവ് പരിഗണിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഈ ദൈവവചനം സംസാരിക്കുവാനോ ദൈവത്തിൽ നിൽക്കുവാനോ കർത്താവാൻ യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാനോ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. നമ്മുടെ അയോഗ്യതകൾ കർത്താവ് ചിന്തിച്ച് നമുക്ക് ഒരു നന്മയും കിട്ടത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ അയോഗ്യതകൾ നോക്കാതെ നമ്മുടെ അയോഗ്യതകൾ നോക്കാതെ നമ്മെ സ്നേഹിച്ച് നമ്മുടെ മേൽ നന്മകൾ ചൊരിയുന്ന ദൈവത്തെ നിന്റെ കവിൾത്തടം കൊണ്ട് നീ സ്തുതിക്കണം. നിന്റെ ചെന്നികൾ കൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ചെന്നികൾ എന്ന് കവിൾത്തടത്തെ കുറിച്ചാ. അപ്പൊ നിന്റെ കവിൾത്തടങ്ങളിൽ എപ്പോഴും സ്നേഹത്തിന്റെ നിറവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന അവയവങ്ങളെ കുറിച്ച് നീ ചിന്തിക്കണം. നിന്റെ കഴുത്തിൽ തന്നിരിക്കുന്ന തലയുണ്ടല്ലോ, നിന്റെ കഴുത്തിലാണല്ലോ തല നിറച്ച് ദൈവം തന്നിരിക്കുന്ന അവയവങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കണം. ശലോമോൻ തന്റെ പ്രിയയെ കുറിച്ച് വർണ്ണിക്കുന്നത് പോലെ നിന്റെ ഉള്ളിൽ അതുകൊണ്ടോ? കർത്താവ് നോക്കുമ്പോൾ, കർത്താവിന്റെ മണവാട്ടി സഭയെ നോക്കുമ്പോൾ, തന്റെ പ്രിയയെ നോക്കുമ്പോൾ നമ്മുടെ മണവാളൻ നമ്മൾ ഇങ്ങനെയുള്ള സൗന്ദര്യം കാണുന്നുണ്ടോ? രക്തം ചെയ്യും. പ്രൈസലോ. ഞാനിവിടെ വിശുദ്ധിയുടെ വചനത്തെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറും. ക്രിസ്തു ആഗ്രഹിക്കുന്ന അളവിൽ, യേശു ആഗ്രഹിക്കുന്ന അളവിൽ
വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറച്ചു നിന്ന വിശുദ്ധിയെ കൊണ്ട് നീ നിറച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളെല്ലാം മാറി, നിന്റെ ദുഃഖങ്ങളെല്ലാം മാറി, നിന്റെ കണ്ണുനീരെല്ലാം മാറി, ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ മുഖത്ത് പ്രതിധ്വനിക്കുന്നത് കാണാൻ കഴിയും. നിന്റെ പ്രതിസന്ധികളെല്ലാം മാറും. എവിടെയെല്ലാം നമുക്ക് കുറവുണ്ടോ, എവിടെയെല്ലാം നമുക്ക് അയോഗ്യതയുണ്ടോ, അയോഗ്യതയുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, അയോഗ്യത നമുക്ക് നമ്മുടെ സർക്കാർ പോലും നമുക്കൊരു ജോലി തരണമെങ്കിൽ നമ്മുടെ യോഗ്യതകൾ, നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ, നമ്മുടെ ബയോഡാറ്റയൊക്കെ നോക്കിയിട്ട് അവർക്ക് ബോധിച്ചെങ്കിൽ മാത്രമേ ഒരു ജോലി നമ്മുടെ സർക്കാർ പോലും തരത്തുള്ളൂ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് യേശു ക്രിസ്തുവിനെ വിളിച്ചപ്പോൾ, നിന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ, നിന്നെ കർത്താവിന് വേണ്ടി ലോകത്തിന് വേർതിരിച്ചപ്പോൾ, നിന്നെ ദൈവരാജ്യത്തിന്റെ മകനായി മകളായി തീർക്കുവാൻ ക്രിസ്തുവിന് പ്രസാദം തോന്നിയപ്പോൾ, ക്രൂശിൽ അവൻ നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞപ്പോൾ, അവന്റെ രക്തത്തെ നിന്നെ കഴി വെടിപ്പാക്കിയപ്പോൾ, നിന്നെ ദൈവത്തിന്റെ മകനായി മകളായി ദൈവരാജ്യത്തെ നന്മകൾ നിനക്ക് തരാൻ എന്റെ കർത്താവ് ആഗ്രഹിച്ചപ്പോൾ, നിന്റെ ബയോഡാറ്റയൊന്നും കർത്താവ് ചോദിച്ചില്ല, നിന്റെ ക്വാളിഫിക്കേഷൻ ദൈവം ചോദിച്ചില്ല, വിദ്യാഭ്യാസം ദൈവം ചോദിച്ചില്ല. നിന്റെ ബലഹീനതകൾ നോക്കാതെയാണ് യേശു നിന്നെ സ്നേഹിച്ചത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, രക്തം ചെയ്യും. നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ ബലഹീനത നോക്കാതെ, അവരുടെ അയോഗ്യതകൾ നോക്കാതെ, അവൾ അയോഗ്യതയുള്ളവനാണോ അയോഗ്യതയുള്ളവളാണോ ഉള്ളവനാണോ നീ നോക്കാതെ, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ, ക്രൂശിലെ മരണത്തോളം നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അയോഗ്യതകൾ നോക്കാതാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തിന്റെ മക്കളോട്, എനിക്ക് സഹോദരന്റെ ഭാര്യയോട്, ഹല്ലേലൂയ, നിന്റെ ഭർത്താവിനോട്, ഹല്ലേലൂയ, അവരുടെ അയോഗ്യതകൾ നോക്കാതെ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇന്ന് പല സഹോദരന്മാരും സ്വന്തം ഭാര്യമാരെ വിട്ടിട്ട് മറ്റ് ഭാര്യമാരെ തിരഞ്ഞെടുക്കുക. കാമുകി ബന്ധം സഹോദരൻ അല്ലെങ്കിൽ അതുപോലെ സഹോദരിമാർ ഭർത്താവിനെ വിട്ടിട്ട് മറ്റ് കാമുകന്മാരെ തിരഞ്ഞെടുക്കുന്നു. അവർക്ക് പറയാൻ എൻ്റെ ഭർത്താവിന്റെ അയോഗ്യത, ഭാര്യയുടെ അയോഗ്യതകൾ പറഞ്ഞ് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ച് വീണ്ടും അവർക്കിഷ്ടമുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അത് ഭൂമിയിൽ മാത്രം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ സഹോദര, കർത്താവിന്റെ അയോഗ്യത നോക്കാതെ, നിന്റെ സൗന്ദര്യം നോക്കാതെ, നിന്റെ മുഖത്തിന്റെ വർണ്ണന നോക്കാതെ, നിന്റെ കുറവുകൾ മുഴുവൻ കണ്ടിട്ടാണ് യേശു നിന്നെ എന്നേക്കുമായിട്ട് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ യേശു ഒരിക്കലും നിന്റെ ബലഹീനത കണ്ടിട്ട്, നിന്റെ അയോഗ്യത കണ്ടിട്ട് മറ്റൊരാളെ തിരഞ്ഞെടുക്കത്തില്ല. അവൻ ഒറ്റ മണവാട്ടിയുള്ളൂ, അത് ദൈവത്തിന്റെ സഭ. ക്രിസ്തുവിന് ഒറ്റ മണവാട്ടിയുള്ളൂ, അത് ദൈവത്തിന്റെ സഭയാ. ഭൂമിയിലെ മനുഷ്യർക്ക് എത്ര ആളുകളാ, സഹോദരന്മാർക്ക് എത്ര ബന്ധങ്ങളാ, സഹോദരിമാർക്ക് എത്ര ബന്ധങ്ങളാ. അല്ലേ? ഇത് യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിന്റെ അയോഗ്യത നോക്കാതെ നിന്നെ തെരഞ്ഞെടുത്തൊരു കർത്താവുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടിയെ നിന്നെ തെരഞ്ഞെടുത്തു, അവന്റെ കാന്തയ സഭയെ നിന്നെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് നീ വിശ്വസ്തം നിൽക്കണം. യേശു നിന്നെ മാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നീ തെരഞ്ഞെടുത്ത ഭർത്താവിനെ, നീ തെരഞ്ഞെടുത്ത ഭാര്യയെ, അതിനപ്പുറത്ത് എനിക്കൊരു ബന്ധമുണ്ടാകരുത്. അതിനപ്പുറത്തൊരു ബന്ധം നീ സ്ഥാപിക്കരുത്. അത് പാപമാണ്, അതിനെ വ്യഭിചാരം എന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ ശൂന്യകാരിയുടെ സ്വന്തം കാന്തയുടെ അംഗലാവണ്യ വർണ്ണനെ കുറിച്ച് പ്രിയൻ യുക്തവിഗതത്തിൽ പറയുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ യേശു നമ്മെ കുറിച്ച് തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ബലഹീനത നോക്കാതെ നമ്മെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ചിഹ്നങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എപ്പോഴും നമ്മുടെ മുഖത്ത് സന്തോഷം കൊണ്ട് ദൈവത്തിന്റെ തേജസ് കൊണ്ട് മുഖം പ്രകാശിച്ച് ജ്വലിച്ചു നിൽക്കണം. നമ്മുടെ കവിൾത്തടങ്ങൾ എപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട്, ക്രിസ്തുവിന്റെ സന്തോഷം കൊണ്ട് നമ്മുടെ കവിൾത്തടങ്ങൾ എപ്പോഴും ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുന്ന ഒരു വിളക്ക് പോലെ എപ്പോഴും നിന്റെ മുഖം കാണണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് ഉത്തമഗീതത്തിൽ നമ്മുടെ പ്രിയൻ പറയുന്നുണ്ട്, അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 സുന്ദരൻ. ഹല്ലേലൂയ. ഉത്തമഗീതം 5:10 വന്നാൽ അതോടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിട്ട് 5:10, എന്റെ പ്രിയം വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 അതിസുന്ദരൻ തന്നെ. ഹല്ലേലൂയ. പ്രിയ പറയുന്നത് ഹല്ലേലൂയ, എന്റെ പ്രിയൻ
വെണ്ണയും ചുവപ്പോളം 10,000 അത് ശ്രേഷ്ഠം തന്നെ. അത് നമ്മുടെ പ്രിയനെ അങ്ങനെ കാണും. പ്രിയനെ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ അതുപോലെയല്ലേ കാണുന്നത്. ഹല്ലേലൂയ. അതെ, നിന്റെ മുഖത്ത് ക്രിസ്തുവിന്റെ സൗന്ദര്യം, ക്രിസ്തുവിന്റെ തേജസ് നിറയപ്പെട്ട് നിൽക്കണം. ഹല്ലേലൂയ. അപ്പം എപ്പോഴും നിന്റെ ക്രിസ്തുവിന്റെ സൗന്ദര്യം നിന്റെ ഉള്ളിൽ നിറയപ്പെടണം. ക്രിസ്തുവിന്റെ സ്നേഹം നിന്നിൽ നിറയപ്പെടണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഭാവം നിനക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ സഭയെക്കുറിച്ച് പ്രിയൻ അല്ലെങ്കിൽ സൂര്യകാരിയിലൂടെ വർണ്ണിക്കുന്ന സഭയെക്കുറിച്ച് ക്രിസ്തു നമുക്ക് തരുന്ന വെളിപ്പാടുകളാണ്. രക്തം ചെയ്യാം. അടുത്തത് പറയുമ്പോൾ അല്ലെങ്കിൽ 6ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സ്തോത്രം. 6ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അല്ലേലൂയ, സ്തോത്രം, അല്ലേലൂയ, അവിടെ കഴുത്തിന്റെ പരിചകൾ അല്ലേലൂയ തൂക്കിയിട്ടിരിക്കുന്ന ആയുധശാലിയോട് ഉപമിക്കുന്നതെന്നാ കാണാൻ കഴിയുന്നത്. അല്ലേലൂയ. 6ാമത്തെ കാര്യം കഴുത്തിന്റെ പരിചകൾ തൂക്കിയിട്ടിരിക്കുന്ന ആയുധശാലിയോട് ഉപമിക്കുന്നത്. ശരീരത്തെ തലയോട് ബന്ധിപ്പിക്കുന്നത് കഴുത്താണ്. തലയാകുന്ന ക്രിസ്തുവിനോട് ശരീരമാകുന്ന സഭ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാകുന്ന പരിച മുഖാന്തരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. കഴുത്തിനെ കുറിച്ച് കഴുത്ത് പരിചകൾ തൂക്കിയിട്ടിരിക്കുന്ന ആയുധശാലയോട് ഉപയോഗിക്കുമ്പോൾ ശരീരത്തെ തലയോട് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ കഴുത്താണ്. ഹല്ലേലൂയ. നമ്മുടെ കഴുത്താണ്. ഹല്ലേലൂയ. ഇത് തലയാകുന്ന ക്രിസ്തുവിനോട് തലയാകുന്ന ക്രിസ്തുവിനോട് ശരീരമാകുന്ന സഭ ബന്ധിക്കപ്പെട്ടിരിക്കണം, ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കഴുത്ത് പരിചകൾ തൂക്കിയിട്ടിരിക്കുന്ന ആയുധശാല എന്ന് പറയുമ്പോൾ തലയോട് ശിരസ് ചേർത്ത് വെച്ചിരിക്കുന്ന പോലെ നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. തലയാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് പറ്റിയിരിക്കണം. ഇപ്പൊ ശലോമോൻ ദൈവസഭയെ കുറിച്ച് ഇത്രമാത്രം അംഗംവണ്ണനമായിട്ട് ആമൻ പറയുമ്പോൾ ശലോമോൻ തന്റെ പ്രിയയെക്കുറിച്ച് പറയും, പുതിയ നിയമസഭയിൽ ഞാൻ നിങ്ങളിത് കാണണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. കണ്ടോ? കഴുത്ത് എന്ന് പറയുമ്പോൾ ആയുധശാലയിൽ ആയുധങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന പോലെ, എമ്മിനോടൊന്ന് ചേർന്നിരിക്കുന്നത് പോലെ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. നമ്മുടെ കഴുത്തിനോട് തല ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ ഹല്ലേലൂയ, നമ്മുടെ കഴുത്തിനോട് തല ചേർത്ത് വെച്ച് നമ്മുടെ തലയിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന്, കണ്ണ് തന്ന്, ചെവി തന്നു, മൂക്ക് തന്നു, വായു തന്നു, പല്ല് തന്നു, ചുണ്ട് തന്നു, കവിള് തന്നു, ഇതെല്ലാം ഒരുപോലെ സൃഷ്ടിച്ചു വെച്ചിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ക്രിസ്തുവാകുന്ന സഭയോട്, ക്രിസ്തുവാകുന്ന ശരീരത്തിൽ ക്രിസ്തുവിന്റെ തലയോട് നമ്മൾ ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും ചേർന്നിരിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തോട് നീ ചേർന്നിരിക്കരുത്, ലോക ഇമ്പങ്ങളോട് ചേർന്നിരിക്കരുത്, ലോക സുഖത്തോട് നീ ചേർന്നിരിക്കരുത്. സ്വാഭാവിക രക്തം ചെയ്യണം. ക്രിസ്തുവിനോട് നീ ചേർന്നിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം കർത്താവ് നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഹല്ലേലൂയ? കഴുത്തിനെ പരിചകൾ തൂക്കിയിട്ടിരിക്കുന്ന ആയുധശാലയോടാണ് ഉപമിക്കുന്നത്. ശരീരത്തെ തലയോട് ബന്ധിപ്പിക്കുന്ന കഴുത്താണ്. തലയാകുന്ന ക്രിസ്തുവിനോട് ശരീരമാകുന്ന സഭ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം എന്ന പരിചയയോടെയാണ്. വിശ്വാസം എന്ന പരിചയം. അത് നമ്മൾ എഫീസിനെ 6:12 വായിച്ചാൽ നമുക്ക് അവിടെ ഇപ്പോൾ സമയമില്ല. അപ്പം വിശ്വാസം എന്ന പരിചയോട് ആമേൻ നമ്മളെ ഉപമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവായിട്ട് ചേർന്നിരിക്കണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ, 7ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ സ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 7ാമത്തെ കാര്യം ശരീരത്തെ സ്ഥാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ശരീരത്തിലെ സ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേണ്ട വിധത്തിൽ ആത്മീയമായി പ്രാർത്ഥിച്ച് ചിന്തിച്ച് ആലോചിച്ചില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊരു വിധത്തിൽ ചിന്തിച്ച് കാട് കയറി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ആത്മീയമായി ചിന്തിക്കണം. അപ്പം നമ്മുടെ സ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് വളരുവാൻ വേണ്ട ഹല്ലേലൂയ സമീകൃതമായ പാൽ നൽകുന്നതാണ്. കുഞ്ഞുങ്ങൾ വളരുവാൻ ഹല്ലേലൂയ അവർക്ക് വളർച്ച പ്രാപിക്കാൻ വേണ്ടി ഹല്ലേലൂയ അവിടെ പറയുന്നത്, ചരിത്രം പഠിക്കുമ്പോൾ പറയുന്നത് വളരാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വളരാൻ വേണ്ടി സമീകൃതാഹാരമായ പാൽ നൽകുന്നത് സ്ഥാനങ്ങളിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നതല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ ജനിച്ചു വളർന്നു വന്നത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശലോമോൻ തന്റെ പ്രിയയുടെ സ്ഥാനത്തെ കണ്ടിട്ട് വർണ്ണിച്ചത്. ഹല്ലേലൂയ. എന്നിട്ട് പുതിയ നിയമത്തിലേക്കും, പുതിയ നിയമവും പഴയ നിയമവും ചേർന്ന ദൈവജനമാണ് ദൈവമക്കൾക്ക് ആവശ്യമായ സമീകൃതമായ ആഹാരം.
ലേരി അതാണ് അവരുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. ആ സ്ഥാനത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് വളരുവാനുള്ള സമീകൃതാഹാരമായ പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൊരു മാതാവ് വളർത്തുന്ന പോലെ തന്നെ പഴയ നിയമം പുതിയ നിയമമാകുന്ന വചനമാണ് സമീകൃതാഹാരമായി നമുക്കുള്ളിൽ വളരുവാൻ പ്രയോജനപ്പെടുന്നത്. ലേരിയ തൻ്റെ പ്രിയയെക്കുറിച്ച് പ്രിയൻ ഇത്രമാത്രം അങ്ങലാവണ്യ വർണ്ണന ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് അല്ലേലിയ നമ്മളെക്കുറിച്ച് അത്ര ശ്രേഷ്ഠമാണ്. ചിലർ പറയും ഞങ്ങൾക്ക് പഴയ നിയമം വേണ്ട, ഞങ്ങൾക്ക് പുതിയ നിയമം മാത്രം മതി, ഞങ്ങൾ പഴയ നിയമ വിശ്വാസികളല്ല, ഞങ്ങൾ പുതിയ നിയമ വിശ്വാസികളാണ്. അല്ലേലിയ എന്നെ കേൾക്കുന്ന പഴയ നിയമം പുതിയ നിയമങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു ആരെന്നും, ക്രിസ്തുവിന്റെ സ്നേഹം എന്തെന്നും, പാപം എന്താണെന്നും, പാപത്തിന്റെ ശിക്ഷ എന്തെന്നും, പാപത്തിന്റെ അല്ലെങ്കിൽ കഠിനത ക്രൂരത എന്താണെന്നും, പാപം ചെയ്യുന്ന ദേഹിക്ക് വരുന്ന ശിക്ഷ എന്താണെന്ന് ശരിക്കും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്ത് പിടിക്കണം. പഴയ നിയമവും പുതിയ നിയമവും സമീകൃതമായ ആഹാരം നമ്മൾ വചനം ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ശിശു അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്ന് സമീകൃതമായ ആഹാരമാകുന്ന പാൽ കൊടുത്ത് ആ കുഞ്ഞിനെ തൻ്റെ അമ്മ വളർത്തുന്ന പോലെ തന്നെ ദൈവവചനമാകുന്ന പഴയ നിയമവും പുതിയ നിയമവും ഒന്നിച്ച് നമ്മൾ സമീകൃത ആഹാരം പോലെ നമ്മൾ ഭക്ഷിക്കുമ്പോഴാണ് പാൽ കുടിക്കുന്ന പോലെ. അതുകൊണ്ട് ഇപ്പോൾ ജനിച്ച ശിശുവിനെ വചനമെന്ന മായമില്ലാത്ത വചനമെന്ന പാൽ കുടിക്കാൻ വാഞ്ചിപ്പിന്ന് നമ്മൾ 1 Pet 2 വാക്യം വായിച്ച് കാണുമ്പോൾ അതേ പാലാകുന്ന വചനം. അവളെ സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ ശലോമോൻ തന്റെ പ്രിയയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെയും പുതിയ നിയമവും അല്ലെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന വചനമാണ്, ദൈവവചനമാണ് ദൈവമക്കൾക്ക് ആവശ്യമായ സമീകൃതമായ ആഹാരം നൽകുന്നത്. അതുകൊണ്ട് സംഗീതക്കാർ ഇപ്രകാരം പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്ന് 37 വാക്യം വായിക്കുന്നത്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കയിൽ 119 16 വാക്യം പറയുന്നുണ്ട്. നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ രസിക്കും, 119 77 വാക്യം പറയുന്നു. വീണ്ടും ദൈവവചനം പറയുകയാണ്, നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നുവെന്ന് 119 143 വാക്യം പറയുന്നു. നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു, അല്ലേലൂയ, സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു എന്ന് നമ്മൾ സദൃശവാക്യം 17 അല്ലേലൂയ 22 വായിക്കുന്നുണ്ട്. അപ്പൊ സന്തോഷമുള്ള ഹൃദയം എന്ന് പറയുന്നത് മുഖപ്രസാദം ഉണ്ടാക്കുന്നുവെന്ന് സദൃശവാക്യം 15-13 വായിക്കുന്നുണ്ട്. ഇത് ഞാൻ വായിച്ച പദ്ധതിക്ക് വരട്ടെ. വായിച്ച വചനം എന്താണ്? അല്ലേലൂയ, എന്റെ പ്രിയേ നീ സർവാംഗസുന്ദരൻ, നിന്റെ യാതൊരു ഊനവുമില്ല. ദൈവസാവിക്ക് ഊനമില്ല. ശലോമോൻ തന്റെ പ്രിയ നോക്കി പറയാം, നിനക്ക് യാതൊരു ഊനവുമില്ലാത്തവളാണ്. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് പറഞ്ഞു, നിന്നെ ഞാൻ ഊനമില്ലാതെ തിരഞ്ഞെടുത്തവനാണ്. നിന്റെ ബലഹീനതകളെ കണ്ടിട്ട് നിന്റെ ബലഹീനത നിന്റെ ബലഹീനത ഇല്ലാത്തവനെ തെരഞ്ഞെടുത്ത് എന്റെ മണവാട്ടിയാക്കി മാറ്റി. അതുകൊണ്ട് നീ ജീവിതം മുഴുവൻ ക്രിസ്തു വേണ്ടി വിശുദ്ധിയോടെ നിൽക്കണം. അതുകൊണ്ടാണ് പ്രിയൻ പറയുന്നത്, ഹല്ലേലൂയ, എന്റെ സഹോദരി, എന്റെ കാന്തി, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. പ്രിയം പറയും, എന്റെ സഹോദരി, എന്റെ കാന്തി, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. പ്രിയൻ തന്റെ പ്രിയോട് പറയുമ്പോൾ സഭയും ക്രിസ്തുവാനുള്ള ബന്ധം. അത് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നീ സഭയുമായിട്ട് നിന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ 7 വിധ കാര്യങ്ങൾ ഉത്തമഗീതം 4-ാം അധ്യായം ഹല്ലേലൂയ 1 തൊട്ട് ഹല്ലേലൂയ അതിന്റെ 5 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭയുടെ ലാവണ്യെക്കുറിച്ച്, പ്രിയയുടെ വർണ്ണനെക്കുറിച്ച് പ്രിയം പറയുന്ന പോലത്തെ ക്രിസ്തു നമ്മെക്കുറിച്ച് പറയുന്ന ഈ അതിമനോഹരമായ അനുഭവത്തിലാണോ ഒന്ന് ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ നീ പകൽ മടങ്ങി വരണം. നീ കർത്താവിന് വേണ്ടി നീ വിലപ്പെട്ടവളാണ്. നീ കർത്താവിന് വേണ്ടി നിൽക്കണം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ വായിച്ച വചനത്തിനകത്ത് കർത്താവേ പ്രിയയ്ക്ക് ഊനമില്ലാത്തതുപോലെ അല്ലെങ്കിൽ ദൈവസഭ ഊനമില്ലാത്തതായി എല്ലാ മേഖലയിലും വിശുദ്ധത്തെ തികച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി ഒരുക്കുവാൻ ദൈവസഭയെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിൽ കൗമാരം യുവരത്തിലും വാർത്തത്തിൽ ആരും വൃത്തിയുടെ വശമ യാചോ ഓട്ടന ചോട്ടൽ തടവറയിലായിരിക്കുന്ന ജനത്തെ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ല കുടിലുകൾ കൊട്ടാരത്തിലൂടെ പറക്കുന്ന എല്ലാ രാജ്യത്തിലുള്ള എല്ലാ ഭാഷക്കാരെയും എല്ലാവിധ വിവിധ മേഖലയിലായിരിക്കുന്ന വലിയവരെയും ചെറിയവരെയും മുഖപക്ഷം കൂടാതെ സ്നേഹിച്ച് പ്രിയൻ തന്റെ പ്രിയയെക്കുറിച്ച് അങ്ങലാവിന്റെ വർണ്ണന കഴിക്കുന്ന പോലെ മണവാളനായ ക്രിസ്തു തന്റെ സഭയെ അതുപോലെ നോക്കിക്കാണുമ്പോൾ
അതേ വിശുദ്ധി ദൈവസഭ, ദൈവമക്കൾ സകലജനം മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിനെ കരങ്ങളിലേൽപ്പിക്കുന്നു. കുറവുകളെയാണ് നിങ്ങളെ സ്നേഹിച്ച ദൈവമേ, കർത്താവ് ദൈവമക്കളുടെ ജീവിതത്തെ കുറവുകൾ മറന്ന് അവർ ദൈവത്തിലേക്ക് മടങ്ങി നിന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഓരോരുത്തരുടെ ഒരുക്കണമേ. ഈ ലോകത്തിന്റെ പാപസ്വങ്ങൾ വീണുപോകാതെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വഴിവിട്ട് മടങ്ങി വരട്ടെ, സകല മഹത്വം കെടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ വിധിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.